നമസ്കാരം. പ്രമാദമായ മന്ദമരുതി മാടത്തരുവി മറിയക്കുട്ടി കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തേതും നിർണായകവുമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങളുടെ ഈ ഒരു ടീമിന് കൃത്യമായി തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിൽ നടന്ന വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച വിധിന്യായങ്ങൾ, സാക്ഷി മൊഴികൾ, അതൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒപ്പം ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. ഒന്ന്, കൊലപാതകം നടന്നിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ടത് മറിയക്കുട്ടിയാണ് എന്നൊരു കാര്യം കൃത്യമായി തന്നെ നമുക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ ഈ ചർച്ച എത്തി നിൽക്കുമ്പോൾ എന്താണ് വാസ്തവം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഫാദർ ബെനഡിക്ട് ഓണംകുളം അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്നൊരു കാര്യമാണ്. എങ്കിൽ പിന്നെ ആരാണ് കൊലപാതകി? ആരാണ് മറിയക്കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി? ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രചരണങ്ങൾ ആ കാലഘട്ടത്തിൽ ശക്തമാണ്, ഇന്നും ശക്തമാണ്. അതിൻ്റെയൊക്കെ വാസ്തവം എന്തെല്ലാം സാധ്യതകളാണ് അതൊക്കെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായകമായിട്ടുള്ള ചർച്ചകളും വിശകലനങ്ങളുമാണ് എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോജി. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വളരെ നിർണായകമായിട്ടുള്ളൊരു എപ്പിസോഡാണ്, അതും ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഈ കേസുമായി, നമുക്ക് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിനെ അപഗ്രഥിക്കുന്ന പലർക്കും നേരിടുന്ന ഒരു പരിമിതിയുണ്ട്. ഒന്ന്, ഈ ഒരു കേസിന്റെ കാലപ്പഴക്കം. 2, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ജീവിച്ചിരുന്ന മുതിർന്ന വ്യക്തികളിൽ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഒപ്പം തന്നെ ഈ ഒരു കേസിന് കൃത്യമായിട്ടുള്ളൊരു ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വിവിധ കോടതികൾ പുറപ്പെടുവിച്ച വിധിന്യായങ്ങൾ, ഒപ്പം തന്നെ പല മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ, സാക്ഷി മൊഴികൾ, ഇതുമായി ബന്ധപ്പെട്ട് പല പുസ്തകങ്ങളിലും പല ലേഖനങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദവും വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ തന്നെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ഇനി ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കൊലപാതകം നടന്നു എന്നൊരു കാര്യം വ്യക്തമാണ്. മറിയക്കുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമാണ്. ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിന് ഈ ഒരു കൊലപാതകത്തിന് പങ്കില്ല എന്നൊരു കാര്യം വളരെ സുവ്യക്തമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ ഈ ലാസ്റ്റ് എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് മറിയക്കുട്ടിയുടെ കൊലപാതകത്തിന് കാരണം? ആരാണ് ഇതിന്റെ ഉത്തരവാദി? അതിൻ്റെ ഒരു സാധ്യതകൾ, അതിലേക്ക് നമ്മൾ കൃത്യമായി ഒന്ന് വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു. നമ്മൾ ചർച്ചകളിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഹൈക്കോടതിയിൽ 1967 മാർച്ചിൽ ആരംഭിച്ച ആ ഒരു വാദഗതിയിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ കൃത്യമായി തന്നെ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. ഈ കൊലപാതകം ഈ ബോഡി കണ്ട ആ ഒരു സ്പോട്ടിലല്ല സംഭവിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൃത്യമായി തന്നെ ഈ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ അവതരിപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റ് മുതൽ നമുക്ക് ഈ ലാസ്റ്റ് എപ്പിസോഡിന്റെ ഈ ഒരു ചർച്ച ഏറ്റവും കൺക്ലൂഡിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു ചർച്ച അവിടെ മുതൽ ആരംഭിക്കാം, അല്ലെ? അതെ, ജോർജി പറഞ്ഞ ഈ കാര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതി കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത്. ഈ ഉണ്ണി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ PW4ന്റെ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ സാക്ഷിമൊഴി? അത് വളരെ ഒരു തടസ്സമായിട്ട്, അതായത് ആ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുവാൻ തടസ്സമായി വളരെ പ്രധാനമായി നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് ഉണ്ണി റൈറ്റർ എന്ന് പറയുന്ന PW4ന്റെ മൊഴി. ഉണ്ണി റൈറ്റർ എന്താണ് കേട്ടത്? അതായത് ഈ 1966 ജൂൺ മാസം 15-ാം തീയതി രാത്രി ഏകദേശം 11:45 അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഭാര്യ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഏകദേശം 11:45 അദ്ദേഹം പറയാണ്, ഉറക്കത്തിൽ അദ്ദേഹം ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണരുന്നു. അതായത് എന്റെ ദൈവമേ, എന്നെ കൊല്ലുന്നേ, എന്റെ തല പൊളിയുന്നേ എന്നൊരു സ്ത്രീയുടെ ശബ്ദം. ജോർജി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിലുള്ള ഒരു മൊഴി കേൾക്കാൻ തക്ക രീതിയിൽ ആ ഉണ്ണിയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം അടുത്തായിരുന്നോ? അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഏകദേശം ഒരു 137 മീറ്ററോളം ദൂരെ, അതായത് 150 മീറ്ററോളം ദൂരെയാണ് ഉണ്ണിയുടെ വീടുണ്ടായിരുന്നത്. ആ ഉണ്ണിയുടെ വീടിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതൊരു മലമുകളിലാണ്. ഈ സംഭവം നടക്കുന്നത് ഒരു താഴ്വാരത്തുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. ഉണ്ണി കേൾക്കുന്നത് മലമുകളിൽ നിന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അപ്പോൾ ഒരു കാര്യം കൂടി, അപ്പോൾ ഈ കോടതിയിൽ അദ്ദേഹത്തിന്റെ ഒരു വാദം, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തൊരു മൊഴി ഇപ്രകാരമായിരുന്നു, ഇത്തരത്തിലുള്ളൊരു ശബ്ദം കേട്ടു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ഈ അദ്ദേഹത്തിന്റെ വീട് ഒരു മലമുകളിലാണ് എന്ന് അരുൺ പറഞ്ഞു. അപ്പം ഇവിടെ ഒരു മല, തൊട്ട് താഴെ താഴ്വാരം,
ഈ ഭാഗത്ത് മറ്റൊരു കുന്നിൻ പ്രദേശം. അപ്പൊ അവിടെ ഒരു ആശാരിയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, കുടുംബമായിട്ട് താമസിക്കുന്നു. അവർ പലപ്പോഴും പല സമയങ്ങളിലും കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ കലഹം വെക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ആശാരി ഈ വെള്ളമടിച്ച് ഭാര്യ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാത്രി ഈ ആശാരി ഈ ഭാര്യയെ ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായി ഭാര്യ പറഞ്ഞ വാക്കുകളായിരിക്കും എന്നാണ് അദ്ദേഹം ധരിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം ഈ 16-ാം തീയതി പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ അദ്ദേഹം തന്റെ കൃഷിസ്ഥലം കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്താണ് ഈ ബോഡി കാണുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചു തന്റെ ഭവനത്തിലേക്ക് പോകുന്നു, ഭാര്യയോട് ഇങ്ങനെ ബോഡി കണ്ടതായി പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പോൾ തലേ ദിവസം നമ്മൾ കേട്ട ആ ഒരു ശബ്ദം ഇത് ഈ സ്ത്രീയുടേത് ആയിരിക്കില്ലേ എന്നൊരു കാര്യം അദ്ദേഹം ഭാര്യയോട് ഷെയർ ചെയ്യുന്നു. അതെ, ഇവിടെ നമ്മൾ ഈ ഒരു സാക്ഷിമൊഴിയെ നമ്മൾ തള്ളിക്കളയാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന പ്രേരിപ്പിക്കുന്ന 2-3 ഘടകങ്ങളിൽ ഒന്ന്, പ്രോസിക്യൂഷൻ കണ്ടെത്തൽ പ്രകാരം ഈ പ്രകാരമുള്ള ഈ സ്ത്രീയുടെ കൊല നടക്കുന്നത്, അല്ലെങ്കിൽ ഈ മറിയക്കുട്ടി എന്ന വ്യക്തിയുടെ കൊല നടക്കുന്നത് സെക്ഷൽ റിലേഷന് വേണ്ടിയുള്ള ആ ഒരു പ്രാരംഭ ഘട്ടത്തിൽ തലക്കടിക്കാണ് ഉണ്ടായത്, ടോർച്ച് കൊണ്ട് തലക്കടിക്കാണ് ഉണ്ടായത്. ഇനി ആ ഒരു പൊസിഷനിലായിരിക്കുന്ന സ്ത്രീ തലക്കടി കൊള്ളുമ്പോൾ ഇത്രമാത്രം ദൂരെ കേൾക്കാവുന്ന രീതിയിൽ ഡെപ്തിലുള്ള ഒരു സ്വരം പുറപ്പെടുവിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ആ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ മലർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ മലർന്ന് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇത്രത്തോളം വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് ഈ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മാത്രമല്ല, ഇപ്പം ജോജി പറഞ്ഞതുപോലെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ഒരു ആരംഭം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും അത്തരം ഉച്ചത്തിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ വാക്കുകൾ, എന്റെ ദൈവമേ, എന്നെ കൊല്ലുന്നേ, എന്റെ തല പൊളിയുന്നേ, ആ ഒരു വാക്ക്, അപ്പോൾ നമുക്ക് മറ്റൊരു സാധ്യത കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അതായത് സ്ത്രീ നിലത്ത് ഇങ്ങനെ മലർന്നു കിടക്കുന്നു, ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ആ സ്ത്രീയുടെ ദേഹത്ത് ഇരിക്കുന്നു. അപ്പോൾ എന്റെ അടിക്കുന്നു. അപ്പം എന്റെ ദൈവമേ എന്നൊരു വാക്ക് വളരെ ഉച്ചത്തിൽ, രാത്രി സമയമാണ്, നിശബ്ദതയാണ് എന്ന് പറയാൻ തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ പ്രതിക്ക് വേണമെങ്കിൽ വാ പൊത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് അവരുടെ ആ പൊസിഷൻ വെച്ച്, അവരുടെ ആ ബോഡി പൊസിഷൻ വെച്ച് ആ സ്ത്രീക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്, അല്ലേ? അതെ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അടി കൊണ്ടത് തലയ്ക്കല്ല, മുഖത്തിന്റെ സൈഡിലാണ്, ഇടത്തെ മുഖത്തിന്റെ സൈഡിലാണ് അടി കൊണ്ടിരിക്കുന്നത് എന്നാണ് വാദം. ഒപ്പം തന്നെ നമ്മള് ഇനി ഈ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സാധ്യതയല്ല നാം പറയുന്നത്. ശബ്ദം തീർച്ചയായിട്ടും പുറപ്പെടുവിക്കാൻ സാധിക്കും. കാരണം ആ സ്ത്രീ ആ ഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ശബ്ദം, ഒരു രോദനം, അല്ലെങ്കിൽ ഒരു അലർച്ച, അല്ലെങ്കിൽ ഒരു മുഴക്കം, അത്തരത്തിലുള്ള ഒരു ശബ്ദമാകാനാണ് കൂടുതൽ സാധ്യത. ഇത് നമ്മളൊരു 100% ഒരു കൺക്ലൂഷനിലേക്കല്ല പോകുന്നത്, പക്ഷേ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു പോയിന്റ് ഇതാണ്. എന്തുകൊണ്ട് ഈ ഉണ്ണിറൈറ്ററുടെ ആ ഒരു മൊഴി അവിശ്വസിക്കണം എന്നതിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില പോയിന്റ് ആണ്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ബോഡി കിടക്കുന്നത് താഴ്വാരത്തിലാണ്, ഉണ്ണിറൈറ്റർ താമസിക്കുന്നത് മലമുകളിലാണ്. അപ്പോൾ താഴെ നിന്നുള്ള ശബ്ദം മുകളിലേക്ക് എത്താൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ജോർജ്, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മിക്കവാറും ഉണ്ണിറൈറ്റർ കേട്ടിട്ടുണ്ടാകുന്ന ആ ഒരു ശബ്ദം, ആ ഒരു ബഹളം പഴയതുപോലെ തന്നെ ഈ ആശാരി വീട്ടിൽ നിന്നുള്ള ബഹളമാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട് ജോജി. ഈ ആശാരിയുടെ വീട്ടിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേട്ടത് എന്ന് ഉണ്ണിറൈറ്റർ അനുമാനിക്കുന്നു. ആ കാര്യം കോടതിയുടെ വിധിന്യായത്തിൽ ഉണ്ണിറൈറ്റർ അങ്ങനെ പറഞ്ഞു എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ പോലീസിന്റെ റിപ്പോർട്ടിലായിക്കോട്ടെ, ഈ കോടതിയുടെ അല്ലെങ്കിൽ പറഞ്ഞ വാദമുഖങ്ങളിലായിക്കോട്ടെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് പ്രകാരം ഈ ആശാരിനെ ചോദ്യം ചെയ്യോ, അല്ലെങ്കിൽ അന്ന് രാത്രി അത്തരത്തിലുള്ള ഒരു ക്വാറൽ നടന്നോ എന്ന തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണമോ അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അതിനകത്ത് മറ്റൊരു സാധ്യത ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും തോന്നി ഞെട്ടി ഉണർന്നാണോ നമുക്ക് അറിയത്തില്ല. പല പോസിബിലിറ്റീസ് ആണ്. കാരണം ഒന്നാമത് ഇതിന് ഒരു ദൃക്സാക്ഷിയില്ല, ഇതിന്റെ കാലപ്പഴക്കം പല സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ലഭ്യമായ വാദമുഖങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ ഉണ്ണിറൈറ്ററിന്റെ ഈ മൊഴിയെ അവിശ്വസിക്കാം, അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കേട്ടിരിക്കാം, പക്ഷെ അത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടേതല്ല എന്നൊരു പോയിന്റിലേക്കാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നത്. ഈ മറ്റൊരു സാധ്യത കൂടി എന്റെ മനസ്സിലേക്ക് വന്നത്, ഇനിയിപ്പോൾ ഈ ആശാരിയുടെ അല്ലെങ്കിൽ അവർ തമ്മിലൊരു ക്വാറൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശബ്ദം കേട്ട് എന്നിരിക്കട്ടെ. നമ്മൾ പലപ്പോഴും പല സിനിമകളിൽ അല്ലെങ്കിൽ അത്തരം വീഡിയോകളിലൊക്കെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കലഹത്തിനിടയിൽ സ്വാഭാവികമായിട്ടൊരു എന്നെ കൊല്ലുന്നേ സ്വാഭാവികമായിട്ട് പല സിനിമാ ഡയലോഗുകളിലും കേൾക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ് ഇത്. അപ്പോൾ അത് നമ്മളൊരു കൗതുകത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതൊരു സംശയമാണ്, അതൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ജോജി. ഈ ഉണ്ണിറൈറ്റർ ഒരു സ്റ്റേറ്റ്മെന്റിലെ ചില അസ്വാഭാവികതകൾ, പ്രത്യേകിച്ച് ഈ ഒരു ശബ്ദം കേട്ട് ഉണ്ണിറൈറ്റർ ഉണരുന്നു. എഴുന്നേറ്റ് ഉടനെ തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്.
ലൈറ്റ് ഓൺ ചെയ്യുന്നു, സമയം നോക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആരാണ് എന്ന് 2 പ്രാവശ്യം ഷൗട്ട് ചെയ്യുന്നതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു റെസ്പോൺസും കിട്ടുന്നില്ല, കിടന്നുറങ്ങുന്നു. ഇതിൽ തന്നെ ഒരു അസ്വാഭാവികതയില്ലേ? സ്വാഭാവികമായിട്ട് രാത്രിയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കുന്നു. ആദ്യമേ തന്നെ അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 11:45. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മൊഴി പോലീസ് അപ്രകാരം രേഖപ്പെടുത്തിയത് ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത കാരണമായിരിക്കും. അതായത് കൊലപാതകം അവിടെയാണ് നടന്നത്, കൊലപാതകം ഏകദേശം ആ ഒരു സമയത്തോടു കൂടിയാണ് നടന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ പോലീസ് ഇത്രയും രസകരമായിട്ടുള്ള ഒരു തമാശ നിറഞ്ഞ ഈ ഒരു ഉണ്ണിറൈറ്ററിൻ്റെ മൊഴി ഇത്തരത്തിൽ രേഖപ്പെടുത്താനുള്ളൊരു കാരണം, അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് സാക്ഷിമൊഴികളും ഇതേ രീതിയിലായിക്കൂടാമേലായില്ല. അവർ പറഞ്ഞ ഒരു ടൈമിങ്ങും അവർ പറഞ്ഞ പല അവർക്ക് ടൈം സ്ഥാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഘട്ടം നമുക്ക് ഈ ഉണ്ണിറൈറ്ററിന്റെ ഒരു മൊഴി അവിശ്വസിക്കാൻ പല പ്രധാനപ്പെട്ട കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടന്നത് ആ ഒരു സ്പോട്ടിലല്ല എന്ന ഹൈക്കോടതിയുടെ ഒരു സാധ്യത, അത് ഹൈക്കോടതി ഒരിക്കലും ഒരു കൺക്ലൂസീവ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല പറയുന്നത്, കൂടുതൽ സാധ്യത ചിലപ്പോൾ അതിനായിരിക്കാം ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ഫൈനൽ കൺക്ലൂഷൻ. അങ്ങനെ വരുമ്പോൾ ഈ കേസിന് വളരെ പ്രധാനമായ പല വഴിത്തിരിവുകളും സംഭവിക്കാം, പല മാനങ്ങളും സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ണിറൈറ്ററുടെ ഈ ഒരു മൊഴി അത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്നൊരു സാധ്യതയിലേക്കാണ് നമ്മൾ ഈ ഘട്ടത്തിലെ ചർച്ച കൂടുതൽ വിരൽ ചൂണ്ടുന്നത്. പിന്നെ ഇനി ഈ മറിയക്കുട്ടിയുടെ ഈ കിടന്ന ആ ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം ഈ ഒരു സ്പോട്ടിലല്ല നടന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിലേക്കൊന്ന് ചർച്ച പോയിന്റ് ഔട്ട് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ പുതുതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ മറിയക്കുട്ടിയുടെ ബോഡിയുടെ പുറകുവശത്ത്, അതായത് പുറം ഭാഗങ്ങളിൽ യാതൊരു വിധത്തിലുള്ള മുറിവുകളോ ഒരവുകളോ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മറിയക്കുട്ടിയുടെ നെഞ്ചത്തും വയറുഭാഗത്തും ഒരവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കൊലപാതകം നടന്ന രീതി പ്രോസിക്യൂഷൻ വാദിക്കുന്നത് പ്രകാരമാണെങ്കിൽ സാധാരണഗതിയിൽ മുറിവുകൾ ഉണ്ടാകേണ്ടത്, അതായത് ഒരവുകൾ ഉണ്ടാകേണ്ടത് പുറകുഭാഗത്താണ്. കിടന്നിരുന്ന പ്രതലം അങ്ങനത്തെ ഒരു പ്രതലത്തിലാണ് ആ ബോഡി കിടന്നിരുന്നത്. ഒരു പക്ഷേ മറിയക്കുട്ടിയുടെ ശരീരം ഈ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കയറുകൊണ്ട് കെട്ടിയിട്ടോ ഒക്കെ ജീപ്പിൽ കയറ്റി ആ സംഭവ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തേക്ക് ആ റോട്ടിലൂടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഒരവുകളായിരിക്കാം അത്. ഒപ്പം തന്നെ ഈ പ്രോസിക്യൂഷന്റെ വാദപ്രകാരം ഈ കഴുത്തറക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തി, വയറ്റിലേക്ക് കുത്തിക്കയറ്റി. അപ്പൊ അത്തരത്തിലുള്ളൊരു കൊലപാതകമാണ് നടന്നതെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു രക്തം ചീറ്റാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ അവിടെ അത്തരത്തിൽ വലിയ രീതിയിലൊരു രക്തം തളം കെട്ടി നിന്നതായിട്ട് നമുക്ക് ഒരു റിപ്പോർട്ടിലും അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഒരു വിധിന്യായത്തിലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു രക്തം തളം കെട്ടൽ, കുറച്ചു രക്തം അവിടെ കിടന്നിരുന്നു എന്നുള്ളതല്ലാതെ ഈ കഴുത്ത് മുറിക്കുമ്പോൾ ഞരമ്പ് പൊട്ടി ഒഴുകുന്ന രക്തപ്രവാഹം, അല്ലെങ്കിൽ വയർ കുത്തി കീറുമ്പോൾ ആ രീതിയിലുള്ള ഒരു രക്തപ്രവാഹം അല്ലെങ്കിൽ രക്തത്തിന്റെ ഒരു അളവ് അവിടെ ഉണ്ടായിട്ട് കൃത്യമായി അവിടെ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചിരുന്നു. അതായത് ആ കാലം മൺസൂൺ കാലമാണ്, രാത്രി മഴ പെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പൊ അങ്ങനെ രക്തമൊക്കെ കുറച്ചൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാകുമെന്ന്. പക്ഷേ നമുക്ക് കേസ് ഡയറി പരിശോധിക്കുമ്പോൾ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള കൃത്രിമവും ആയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ബെനഡിക്ട് അച്ഛന്റെ കയ്യിൽ ഒരു കാലം കൂടെയുണ്ട്. ഈ കാലം കൂടെ അച്ഛൻ നിവർത്തി നടന്നതായിട്ട്, അതായത് മഴയത്ത് നടന്നതായിട്ട് കണ്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കൃത്രിമമോ അല്ലാതെ ഉണ്ടാക്കിയതായിക്കൊള്ളട്ടെ, ആ ദിവസങ്ങളിൽ മഴ പെയ്തതിന്റെ യാതൊരു സൂചനയും യാതൊരു സാക്ഷികളും പറയുന്നു. അത് വളരെ കറക്റ്റ് ആണ്. കാരണം ഈ റാഹേലമ്മ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷി, അതായത് ഈ പറയുന്ന വ്യക്തിയുടെ സഞ്ചാരപഥം കണ്ടു എന്ന് പറയാൻ സ്ഥാപിക്കാൻ വേണ്ടി പോലീസിന്റെ അടുക്കൽ അല്ലെങ്കിൽ കോടതിയിൽ മൊഴി നൽകിയ ഈ സാക്ഷി, ആ സാക്ഷിയും ഈ പറയുന്നത് പോലെ ഈ ചൂട്ട് കത്തിച്ചാണ് ആ ഒരു ഘട്ടത്തിൽ പോകുന്നത്. അപ്പോൾ ഈ ആ സമയത്ത് മഴ പെയ്തതായിട്ട് ഒന്നും പറയുന്നില്ല ഒരു സാക്ഷി മൊഴികളിലും. ആ ഒരു സമയത്ത് ഇനി പോലീസ് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതായിക്കോട്ടെ, പോലീസ് കൊണ്ടുവന്ന കൃത്രിമ സാക്ഷികളായിക്കോട്ടെ, പക്ഷെ അവരാരും അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിലും അന്നേ ദിവസം മഴ പെയ്തതായി പറയുന്നില്ല. പക്ഷെ അത് മൺസൂൺ കാലഘട്ടമായിരുന്നു. മൺസൂൺ കാലഘട്ടമാണെന്നുള്ളത് കൃത്യമാണ്. കാരണം ആ ഒരു ഡേറ്റ് ആ ഒരു സമയത്താണ് നിലനിൽക്കുന്നത്. അതായത് ജൂൺ മാസം 15-ാം തീയതി നൈറ്റാണ്. മൺസൂൺ കാലഘട്ടമാണ്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം ഒരു ഘട്ടത്തിലും മഴ പെയ്തതായിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിൽ രക്തം തളം കെട്ടി നിന്നെങ്കിൽ അത് മഴയത്ത് ഒലിച്ചുപോയി എന്നൊരു വാദം നമുക്ക് അവിടെ കൃത്യമായി തന്നെ നമുക്ക് കണ്ടിക്കാൻ സാധിക്കും.
അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ അന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള രക്തം തളം കെട്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥ മഴ മൂലം അത് ഒലിച്ചു പോയിട്ടുണ്ട് എന്ന് ഒരു കൂട്ടർ അല്ലെങ്കിൽ ചിലർ വാദിച്ചാൽ നമുക്ക് അതിനെ കൃത്യമായി കണ്ടിക്കാൻ സാധിക്കും. കാരണം മഴ പെയ്തു എന്ന രീതിയിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു രാത്രി കൊലപാതകം നടന്ന ആ ഒരു രാത്രി ആ പ്രദേശത്ത് മഴ പെയ്തിട്ടില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പിന്നീട് നമുക്കറിയാം 1967 ഏപ്രിൽ മാസത്തിലാണ് ഹൈക്കോടതി ബെനഡിക്ട് അച്ഛനെ കുറ്റവിമുക്തനാക്കുന്നത്. അതിനുശേഷം അതിരൂപത ഏൽപ്പിച്ച വിവിധ ശുശ്രൂഷകളിൽ അദ്ദേഹം ഏർപ്പെട്ടു. പ്രത്യേകിച്ച് കന്യാകുമാരി മേഖലയിലേക്കൊക്കെ മിഷൻ മേഖലയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. പിന്നീട് ഈ കേസ് പലരുടെയും ഓർമ്മയിൽ നിന്നും മറഞ്ഞ ഈ ഒരു കേസ് പിന്നീട് ഒരു ലൈംലൈറ്റിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ശ്രദ്ധയിലേക്ക് വരാനിടയായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് 2000 ഒരു ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളും അച്ഛനോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഏറ്റുപറച്ചിൽ അത് വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. പ്രമുഖ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് മനോരമ, മംഗളം, ദീപിക പോലുള്ള പത്രങ്ങളിൽ അതൊക്കെ വളരെയധികം ചർച്ചയായിരുന്നു. ലേഖനങ്ങളൊക്കെ വന്നിരുന്നു. ആ ഒരു ആസ്പെക്ട് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ഡോക്ടറുടെ ഫാമിലി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിരാകരിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ഏറ്റുപറച്ചിൽ കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യണം. അതെ, നീണ്ട 34 വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം നടന്ന് 34 വർഷങ്ങൾ കഴിഞ്ഞു. മുടിയൂർക്കരയിലുള്ള കോട്ടയത്തെ പ്രീസ്റ്റ് ഹോമിൽ അച്ഛനായിരിക്കുന്ന സമയം അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഒരു ഫാമിലി എത്തുകയാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം വാക്കുകളല്ല, മറിച്ച് ആ നാടുകളിലെ പത്രത്തിൽ വന്ന വാക്കുകളാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ഫാമിലി വന്ന് അവർ രണ്ട് തവണയായിട്ടാണ് വന്നത്. ആദ്യം വന്നപ്പോൾ അവിടെ 60 വയസ്സിൽ കവിഞ്ഞ 2 വ്യക്തികളുണ്ടായിരുന്നു, അവരുടെ മക്കളും ഉണ്ടായിരുന്നു. പിന്നീട് വന്നത് അവരുടെ 94 വയസ്സുള്ള അമ്മയും കൂട്ടിയാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞതാണ്, അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം, അച്ഛനെ പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല കാര്യങ്ങൾ. അവർ പറഞ്ഞതാണ്, അച്ഛൻ ശിക്ഷിക്കപ്പെട്ട ഈ ഒരു കൊലപാതകം, ഈ ഒരു മറിയക്കുട്ടിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി എൻ്റെ പിതാവാണ്. അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു മുതലാളിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് അവർ ആ കഥ വളരെ വിശുദ്ധീകരിച്ച് പറയുമ്പോൾ ഈ മറിയക്കുട്ടിക്ക് ആ പ്രദേശങ്ങളിലുള്ള ഒരു മുതലാളിയുമായിട്ടൊരു ഒരു ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നെന്നും അങ്ങനെ മറിയക്കുട്ടി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രഗ്നൻസി നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മറിയക്കുട്ടി പല രീതിയിലുള്ള അവകാശവാദങ്ങളും മുതലാളിയോട് എന്താ പറയുക ഉന്നയിച്ചു. അപ്പോൾ അത് മുതലാളി വളരെ അസ്വസ്ഥനായിരുന്നു. അപ്പം അത് കാരണം ഈ മറിയക്കുട്ടി എന്ന ഈ ഒരു ശല്യം, ആ ഒരു അവസ്ഥ അത് മാറ്റാൻ വേണ്ടി ഈ മറിയക്കുട്ടിയെ ഒരു പ്രഗ്നൻസി ഈ അബോർഷന് വേണ്ടി ഈ ഡോക്ടറിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ നിർഭാഗ്യവശാല് ഈ അബോർഷനിടയിൽ മറിയക്കുട്ടി മരിച്ചു. ശരിക്കും ഈ ഡോക്ടറിന്റെ ഫാമിലി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് കാഞ്ഞിരപ്പള്ളിയിൽ അവർ ആ സമയത്ത് കാഞ്ഞിരപ്പള്ളിയിലാണ് അവർ താമസിച്ചിരുന്നത്. പക്ഷെ ഈ മരണം നടക്കുന്ന 1966 കാലഘട്ടത്തിൽ അവർ താമസിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ഈ ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ സംഭവം നടന്ന സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. കാരണം അന്നത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അച്ഛനോട് ഇവർ നടത്തി എന്ന് പറയുന്ന ഏറ്റുപറച്ചിൽ റിപ്പോർട്ട് ചെയ്ത പല വാർത്തയുടെ കണ്ടന്റിലും ഈ കാര്യം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അവർ ആ ഒരു സമയത്ത് 2000 കാലഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് അവർ താമസിച്ചിരുന്നത് റാന്നി മേഖലയിലാണ് എന്ന് കൃത്യമായി തന്നെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തു തന്നെയായാലും അവർ വളരെ രഹസ്യമായി വന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം, അത് പിന്നീട് അത് വളരെയധികം പ്രമാദമായി മറ്റു പത്രങ്ങളിലും മീഡിയകളിലെല്ലാം വന്നതോടുകൂടി ആ കുടുംബം പിന്നീട് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ്, ഞങ്ങൾ ഇങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് പിന്നീട് അവരുടെ പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഭവത്തെ ഡോക്ടറിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്ന ഈ കാര്യത്തെ നമുക്ക് അതേ രീതിയിൽ തന്നെ എടുക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതെ, നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴും നമ്മളിവിടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരു കഥ, ഇതൊരു റൂമർ ആണെങ്കിൽ പോലും, പക്ഷേ ഈ ഒരു കഥ പലരും കേട്ടു, പലരും അറിഞ്ഞു, അന്നത്തെ പ്രമുഖ പത്രങ്ങളിലും വന്നു. ഇതൊക്കെ വെറുതെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ പൊട്ടിമുളയ്ക്കുമോ? അത് തന്നെ നമ്മുടെ ലോജിക്ക് കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണത്. ഇതിനൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? പക്ഷെ ഇത് ഒരു റൂമർ അല്ല, മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അത് ഈ കാലഘട്ടത്തിൽ വരുന്ന പോലെ ചില മൂന്നാംകിട ഓൺലൈൻ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ മഞ്ഞപത്രങ്ങളിലോ അല്ല. അന്നത്തെ മംഗളം, ദീപിക, മനോരമ, മാതൃഭൂമി അല്ലെ തുടങ്ങിയ എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഈ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബം ചിന്തിച്ചിരുന്നത് ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ്, ഇതൊരു സ്വകാര്യമായ സംഭാഷണം. അപ്പോൾ അവരുടെ ആ ഒരു ചിന്താഗതിക്ക് വിരുദ്ധമായിട്ട് ഇതിന് വല്ലാതെ പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ കുടുംബത്തെ
പല രീതിയിൽ ആ കുടുംബത്തിന്റെ സൽപ്പേരിനെ, ആ കുടുംബത്തിന് മുൻപോട്ടുള്ള പ്രയാണത്തെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അത് കാരണം ഒരുപക്ഷെ അവർ അതിൽ നിന്ന് പിൻപോട്ട് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടില്ലായുണ്ടോ? ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ അവർ അത് നിരാകരിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു കൺക്ലൂസീവ് ഒരു സാധ്യതയായിട്ട് നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് അതെ, ഈ ഘട്ടത്തിൽ എടുക്കാൻ സാധിക്കില്ല. അല്ല, പക്ഷേ ഇവിടെ ജോർജ് ഞാൻ മറ്റൊരു കാര്യം ചേർത്ത് കാണും, ഇതൊന്നും നമ്മുടെ വ്യക്തിപരമായ നിഗമനങ്ങളോ കണ്ടെത്തലുകളോ ഒരിക്കലുമല്ല. അല്ല ഇത് അന്നത്തെ നാളുകളിൽ നമ്മുടെ കേരള സമൂഹത്തിൽ പ്രചരിച്ചിരുന്ന ചില കാര്യങ്ങൾ, അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിന്നീട് ആ ഒരു സംഭവം ഈ 2000 നടന്നു എന്ന് പറയുന്ന സംഭവത്തിന് ശേഷം നമ്മുടെ സഭയുടെ തന്നെ പല ഈ വചനപ്രഘോഷണ വേദികളിലും പല ധ്യാന കേന്ദ്രങ്ങളിലും ഈ സംഭവത്തെ ഒരു റെഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ക്ഷമയുടെ അല്ലെങ്കിൽ സഹനത്തിന്റെ ഒക്കെ ഈ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ സംഭവത്തെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. അവരും ഈ പറയുന്നത് പോലെ ഈ പത്രവാർത്തേനെ അടിസ്ഥാനമാക്കിയായിരിക്കാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഡോക്ടറിന്റെ ഈ ഒരു കുടുംബം അത് നിരാകരിച്ച ഒരു സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതൊരു കൺക്ലൂസീവ് ഒരു പോയിന്റ് ഔട്ടിലേക്ക് നമുക്ക് ഒരു സാധ്യതയിലേക്ക് നമുക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സാധ്യത, അപ്പോൾ സാധ്യതയ്ക്ക് കുറെ കൂടി ഒരു ബലം നൽകുകയാണ് ഇവർ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഏറ്റുപറച്ചിൽ. അതായത് കൊലപാതകം നടന്നത് ആ ഒരു സ്പോട്ടിലല്ല എന്ന് നമ്മൾ സ്ഥാപിച്ച ആ ഒരു ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിന് കൂടുതൽ ബലം നൽകുന്നതാണ് ഇവർ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഏറ്റുപറച്ചിൽ. നമ്മളിതൊരു ഈ ഒരു സംഭവം സൂചിപ്പിക്കാൻ കാരണം ഈ സംഭവം സൂചിപ്പിക്കാതെ നമുക്ക് ഈ ഫാദർ ബെനഡിക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മറിയക്കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രോഗ്രാം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വളരെയധികം ചർച്ചയായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ മീഡിയയിലായിക്കോട്ടെ, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ വളരെയധികം ചർച്ചയായിട്ടുള്ളൊരു സംഭവം കൂടിയായിരുന്നു ഇത്. ജോർജി, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡോക്ടറുടെ കുടുംബം ഇപ്രകാരം ഒരു ഏറ്റുപറച്ചിലിന് തയ്യാറായത് അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ തകർച്ചയാണ് നമ്മൾ ആ കാലത്തെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, അവരൊക്കെ ആരൊക്കെ അച്ഛനെ വളരെ ക്രൂരമായി മനഃപൂർവ്വം ശാരീരികമായി ഉപദ്രവിച്ചു, അവരുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള തകർച്ചയിലൂടെ, അസ്വസ്ഥയിലൂടെ കടന്നുപോയി. ഇതിനും പുറമെ ചില തറവാടുകൾ, ആ തറവാടുകൾക്കും വലിയ ദുരിതവും തകർച്ചയുണ്ടായി. അതുപോലെ തന്നെ ഇതുമായി ഇൻവോൾവ് ചെയ്യപ്പെട്ട പലരുടെയും ഈ അവസാന നാളുകൾ വളരെ വേദനാജനകമായിരുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്രകാരം പ്രവർത്തിച്ചു, അതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷ അതല്ല, മറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാദൃശ്ചികമായിരിക്കാം അത്തരം സംഭവങ്ങൾ, എന്നാൽ തന്നെയും ഒരു കൺക്ലൂസീവായിട്ട് നമുക്കൊരു പോയിന്റിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. 2000 ആരംഭത്തിലാണ് ഈ കുടുംബം അവിടെ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ അമ്മ, 94 വയസ്സുള്ള അമ്മ മരിച്ചത് ഒക്ടോബറിലാണ്. ഒക്ടോബറിലുള്ള മരണത്തിന് ശേഷം നവംബറിലാണ് ഈ കാര്യങ്ങൾ, നവംബർ അവസാനത്തിലാണ് ഈ കാര്യങ്ങൾ ആദ്യം മംഗളത്തിലും പിന്നീട് മറ്റു പത്രങ്ങളിലും വന്നത്. ഇതിനുശേഷം ഏകദേശം 1 മാസം പിന്നിടുമ്പോൾ ബെനഡിക്റ്റ് അച്ഛനും മരിക്കുകയാണ്, ജനുവരി 2-ാം തീയതി. ഈ ഇപ്രകാരം തങ്ങളുടെ പിതാവിന്റെ കുറ്റം, തങ്ങളുടെ കുടുംബത്തിന്റെ കുറ്റം ഏറ്റുപറയാൻ വന്ന ഈ വ്യക്തികളോട് അച്ഛന് ശോഭിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, മറിച്ച് അച്ഛൻ അവരെ വളരെ ശാന്തനായി അവർക്ക് അനുഗ്രഹം കൊടുത്ത് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏറ്റുപറച്ചിൽ, അതിനുശേഷം ഉടൻ തന്നെ അച്ഛന്റെ ഒരു മരണം, അതൊരു നിമിത്തം എന്നുള്ള രീതിയിൽ, കാരണം ഇതൊരു എന്താണ് നടന്നത് എന്ന് അച്ഛനെ അറിയാൻ സാധിച്ചു എന്ന തരത്തിലേക്ക്, അതിനുശേഷം അച്ഛൻ തന്റെ നിത്യസമ്മാനത്തിനായി എടുക്കപ്പെട്ടു എന്ന തരത്തിൽ വേണമെങ്കിൽ അത് ഒരു വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ഒരു തരത്തിലൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധ്യത അല്ല ഇത്. കാരണം അവർ നിരാകരിച്ച സ്ഥിതിക്ക് ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സിലോ അല്ലെങ്കിൽ കോടതിയുടെ വാദമുഖങ്ങളിലോ ഒന്നും ഇത്തരത്തിലൊരു സാധ്യത വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം പുതിയതായിട്ട് തുറന്നു വന്നതുകൊണ്ട് നമുക്ക് ഇത്തരമൊരു സാഹചര്യം, അത് ഈ ഡോക്ടറിനല്ല മറ്റൊരു ഡോക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇത്തരമൊരു സാഹചര്യം സംഭവിക്കാനുള്ള സാധ്യത ഈ മറിയക്കുട്ടിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആ ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ കൊലപാതകം അവിടെ നടന്നില്ല എന്നൊരു സാധ്യത അതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് തടസ്സമായി നിന്നത് ഉണ്ണി റൈറ്ററുടെ ഒരു മൊഴിയാണ്. അപ്പോൾ ഈ ഒരു സാധ്യതയും പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ തടസ്സമായി നിൽക്കുന്നത് നമുക്ക് ഒഫീഷ്യലി നമ്മുടെ മുമ്പിലുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ മറിയക്കുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം ഈ റാന്നി പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ഒരു ഡോക്ടർ ആ ഓൺ ദ സ്പോട്ട് കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്ത് നടന്ന ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മറിയക്കുട്ടി ഗർഭചിത്രത്തിന് ഇരയായതായോ അല്ലെങ്കിൽ മറിയക്കുട്ടി ആ ഒരു സമയത്ത് ഗർഭിണിയായതായോ ഒരു ഘട്ടത്തിലും പരാമർശിക്കുന്നില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം, അതായത് കോടതിയുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം ആ ഒരു റിപ്പോർട്ടിൽ അത് ഈ ഒരു സാധ്യതയിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്കതൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതിലെ ഏകദേശം 19ഓളം മുറിവുകളാണ് മറിയക്കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നത്. ഇതിൽ എല്ലാ മുറിവുകളും തന്നെ ആന്റി മോർട്ടം ഇഞ്ചുറീസ് എന്നാണ്, മരണത്തിന് മുൻപുള്ള മുറിവുകൾ. അതായത് മരണം നടന്നിരിക്കുന്നത് ഇത്തരം മുറിവുകൾ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ ജോർജ് പറഞ്ഞ ഈ ഒരു പോയിന്റ് നമ്മൾ കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. ശരിക്കും ഇത്തരത്തിലുള്ള കേസുകൾ യൂഷ്വലി ഇത്തരം കേസുകൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പോലീസ് സർജനാണ്. പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. ഇവിടെ അരുൺ പറഞ്ഞ പോലെ
മറ്റൊരു ഡോക്ടറാണ് നടത്തുന്നത്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത് വേണ്ട രീതിയിൽ നടന്നോ? അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ശവശരീരം മറവ് ചെയ്ത രീതി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കൊല്ലം സെഷൻസ് കോടതിയിൽ ഈ ഒരു ക്രോസ് വിസ്താരത്തിന് സാക്ഷ്യം വഹിച്ച അഡ്വക്കേറ്റുമാർ പറയുന്നത്, ഈ പലപ്പോഴും പല പല ചോദ്യങ്ങളും ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ വല്ലാതെ കുഴങ്ങിയെന്നാണ് പറയുന്നത്. ഒരു കൃത്യമായ ഉത്തരം കൊടുക്കാനാവാതെ, ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനാകാതെ ഡോക്ടർ പല ചോദ്യങ്ങളുടെ മുന്നിലും തലകുനിക്കുകയും ഒന്നും പറയാനാകാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശ്വാസത നമ്മൾ പൂർണ്ണമായി നമുക്ക് അത് സ്വീകരിക്കാൻ സാധിക്കുമോ? ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകാനുള്ളത്, ഈ സ്ഥലമുടമയായ ടോമി തോമസിനാണ് ഈ ബോഡി കൈമാറുന്നത്. പോലീസ് കൈമാറുമ്പോൾ വെട്ടിനുറുക്കിയ ശരീരമാണ് ടോമി തോമസിനെ മറവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. പോസ്റ്റ്മോർട്ടത്തിന് അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി, ആ ഒരു പോസ്റ്റ്മോർട്ടത്തിന് നമ്മൾ ആ ഒരു സംശയിക്കാനുള്ള കാരണങ്ങൾ, ആ ഒരു മനുഷ്യ ശരീരത്തിനോട് കാണിക്കേണ്ട ആ ഒരു ആദരവ്, അല്ലെങ്കിൽ അതിന്റെ രീതികൾ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ കുറെ മിസ്സിങ് അനുഭവപ്പെടുക. ഒപ്പം തന്നെ ഈ ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസ്, ആ ഒരു ഘട്ടത്തിൽ ആ ബോഡി മറവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ബോഡി മറിയക്കുട്ടിയുടേതാണ് എന്ന് ഉറപ്പില്ല, അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ. പക്ഷെ പിന്നീട് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വിവാദമായപ്പോൾ, അല്ലെങ്കിൽ ഒരു വൈദികൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു കേസിലേക്ക് വലിച്ചഴിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ടപ്പോൾ, ഒരു റീപോസ്റ്റ്മോർട്ടം, അല്ലെങ്കിൽ ആ ബോഡി മറവ് ചെയ്ത ആ സ്ഥലത്ത് നിന്ന് ബോഡി എടുത്ത് വീണ്ടും ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തിയോ, അത്തരം സാധ്യതകളെ ഒന്നും ആരും തന്നെ വിരൽ ചൂണ്ടിയില്ല എന്നത് ഒരു Yes. വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതെ. എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ വിചാരണ കാലയളവിൽ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, അത്തരം ഒരു സാധ്യത ആരും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഈ ബെനഡിക്റ്റസിന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞ, അല്ലെ കുറ്റസമ്മതം പറഞ്ഞ ആ ഒരു കുടുംബം, അവര് ഇങ്ങനെയും പറയുന്നുണ്ട്, കൊലപാതകത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെയും എൻ്റെ പപ്പായും അല്ലെങ്കിൽ ആരതിന് കൂട്ടുവന്നോ ആ വ്യക്തിയും കൂടെ സ്വാധീനിച്ചുവെന്നു. യെസ്, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വെർഷൻ അല്ല. കാരണം അത് ദീപിക ദിനപത്രത്തിൽ 2000 നവംബർ 25 ശനിയാഴ്ച Yes. വന്ന ഒരു ലേഖനമുണ്ട്. അതായത് ദീപികയുടെ ഫ്രണ്ട് പേജിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: മറിയക്കുട്ടി മരിച്ചത് ഗർഭചിത്രത്തിനിടയിൽ, മന്നമരുതി കൊലക്കേസിൽ 34 വർഷത്തിന് ശേഷം വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ദീപിക ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് പ്രേക്ഷകരെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ അകത്ത് പറയുന്നത്, ഇപ്പൊ ജോജി സൂചിപ്പിച്ച ആ ഒരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവർ പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ദീപിക റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം: അന്ന് പേരിന് മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്തിയുള്ളൂ, പണം കൊടുത്ത് എല്ലാം ഒതുക്കുകയായിരുന്നു. ഈ ഫാദർ ബെനഡിക്ട് വെളിപ്പെടുത്തി, അതായത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഫാദർ ബെനഡിക്ട് വെളിപ്പെടുത്തി എന്ന് പറയുന്നു. ഈ ഡോക്ടറെ അറിയില്ലെന്ന് ഫാദർ ബെനഡിക്ട് പറഞ്ഞു. ആ ലേഖനത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു സെന്റൻസ് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പത്രത്തിൽ വന്ന അതെ. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ദീപിക റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത്. അപ്പൊ ജോർജി, നമ്മൾ ഈ ഒരു വേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പേരിന് മാത്രം നടത്തിയ ഒരു പോസ്റ്റ്മോർട്ടം, പണം കൊടുക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് വാർത്തകൾ വന്ന ഒരു പോസ്റ്റ്മോർട്ടം, അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ ഉള്ള ആ ഒരു ഇഞ്ചറികളെ കുറിച്ച് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത് ആന്റിമോർട്ടം അല്ലെ, അതൊക്കെ എത്രമാത്രം നമുക്ക് പൂർണ്ണമായി നമുക്ക് ഒരു നമ്മുടെ ആ ഒരു ഈ ഒരു കേസിന്റെ കാര്യത്തിൽ നമുക്ക് മുകളിലെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയകരമാണ്. Yes. അപ്പോൾ നമുക്ക് ഇതും നമ്മൾ പറയുന്ന ഒരു കൺക്ലൂസീവ് ഒരു എവിഡൻസ് അല്ല, സാധ്യതകളാണ്. അതെ. കുറെ കൂടി ഇപ്പോൾ ഈ Yes. അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ കുറെ കൂടി ഡീപ്പായിട്ട് നമ്മളൊന്ന് അവലോകനം ചെയ്യുമ്പോൾ, പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ വന്ന ഒരു സാധ്യത. കാരണം മറിയക്കുട്ടി ആ ഒരു ഘട്ടത്തിൽ ഗർഭിണിയാണ് എന്ന് പറയുന്നവരുടെ വാദം ഖണ്ഡിക്കാൻ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഒരു സ്വാധീനം നടത്താൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് അന്നത്തെ ചില വാർത്തകൾ വന്നത്. അത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് അവിശ്വസിക്കേണ്ടിയിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ കാലത്ത് ഗർഭഛിദ്രം 1971 മുമ്പ് വലിയൊരു കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ വലിയൊരു കുറ്റകൃത്യമാണ് ഒരു കൊലപാതകം. ഒരു കൊലപാതകത്തിന് ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നതും അന്നത്തെ കാലത്താണെങ്കിലും ഗർഭഛിദ്രത്തിന് ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നതും തമ്മിൽ ശിക്ഷയിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഒരു ഗർഭഛിദ്രത്തെ കൊലപാതകമാക്കി? അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുതിരുമോ, അതോ ഈ ശരീരം മറവ് ചെയ്യുമോ? ഇങ്ങനെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ശരീരം മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പല ഇന്റേണൽ ഡിസ്കഷനിൽ നമ്മൾ ആ ഒരു സാധ്യത എന്തുകൊണ്ട് അവർ നടത്തിയില്ല എന്നൊരു കാര്യം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. പക്ഷെ നമുക്കറിയാം, ഈ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തി ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ അവരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പല കൊലപാതക കേസുകളും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടതല്ലേ. പ്രത്യേകിച്ച് ഒരു കൊന്നിട്ട്
മൃതദേഹം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ തെങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും തൈ വെക്കുന്നു, അല്ലെങ്കിൽ മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു, അത് വളരെ വിചിത്രമായത്. ബാഗിൽ കെട്ടിത്തൂക്കി അതല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ ഈ കൊലപാതകം ചെയ്യുന്ന വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ മൈൻഡിലൂടെ എന്താണ് കടന്നു പോകുന്നത്, ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? അതെ, പക്ഷെ ഇവിടുത്തെ ചോദ്യം അതാണ്, അതായത് മരണത്തെ മറയ്ക്കാനല്ലേ ശ്രമിക്കേണ്ടത്, അത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് ചോദ്യമായിരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊലപാതകം സംഭവിച്ചു വെച്ചു. കാരണം വെച്ചാൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകം ആയിരുന്നില്ല, അബോർഷനിടയിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനും അതുപോലെ സമൂഹത്തിലെ ഒരു ഉന്നതനായ വ്യക്തിയാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു മാനം രക്ഷിക്കുക, അവരുടെ സൽപ്പേര്, ഇതെല്ലാം അവർക്ക് വളരെ ഒരു കൺസേണായി മാറി. അപ്പോൾ അന്നത്തെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു ചിന്തയാണ്. നമ്മൾ പണ്ടത്തെ ഒരു കാലഘട്ടമാണ്, അന്ന് പണവും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയപ്രകാരം അവരങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതായത് അന്ന് ആ കാലത്ത് ഒരു ഡോക്ടർ പദവിയിലിരിക്കുന്നവരൊക്കെ വളരെ കുറവ് പേരാണ്. അപ്പോൾ ഒരു അബോർഷൻ വഴിയുള്ള ഒരു മരണം നടന്നു. അപ്പോൾ കൂടുതൽ സാധ്യത അത് ഡോക്ടർമാരിലേക്ക് എത്തുവാനുള്ള സാധ്യത അവിടെ കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സാധ്യതയെ കൂടി നിരാകരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ സാധ്യതയിലേക്ക് വിരൽ ചൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കാം ഇത്തരമൊരു ഇതൊരു കൊലപാതകമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി നമ്മൾ ഈ ഒരു വേർഷനിലൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ചില കൺക്ലൂഷൻസ് ഉണ്ട്. അങ്ങനെ ആണ് എങ്കിൽ ഈ മുതലാളിയിൽ നിന്ന് മറിയക്കുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം അത് തൻ്റെ സൽപ്പേരിനെ ബാധിക്കും, പല പല അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ മുതലാളി, ഒപ്പം തന്നെ നമ്മൾ എങ്ങനെയും കേൾക്കുന്നു ഈ ഒരു പ്രഗ്നൻസിയുടെ പേരിൽ മുതലാളിയെ മറിയക്കുട്ടി വല്ലാതെ ശല്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു അസ്വസ്ഥയുണ്ട്, ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അവസ്ഥയിൽ മുതലാളി ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാനായിട്ട് മറിയക്കുട്ടിയും കൂട്ടി. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഒരുപക്ഷെ കടന്നു വന്നിട്ടുള്ള സാധ്യത ഉണ്ടാകാം. അങ്ങനെ അബോർഷനിടയിൽ മറിയക്കുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കറിയാം സമൂഹ സമ്പന്നനാണ്, വീട്ടിൽ വാഹനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കൂടെ ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഈ മറിയക്കുട്ടിയുടെ ശരീരത്ത് ഇത്തരത്തിലുള്ള പരിക്കുകളൊക്കെ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ കൊണ്ടിട്ടതിന് ശേഷവുമാകാം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൂടെ എല്ലാം കടന്നുപോയി ബോഡി അവിടെ ഉപേക്ഷിക്കാനുള്ള സാധ്യത ഇല്ലേ? എനിക്കൊരു സംശയം ഇവിടെ വരുന്നത്, അതായത് ഈ ശരീരം, അതായത് മരണം നടന്നു, അബോർഷനോ മറ്റു രീതിയിലോ ഒരു സാധാരണ മരണം നടന്നു, ആ മരണത്തിന് ശേഷം അത് കൊലപാതകമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ മരണം നടന്നത് എവിടെയാണോ അതേ ബെഡ്ഷീറ്റോട് കൂടിയിട്ട്, എവിടെ വെച്ചാണോ മരണം നടന്നത് അതേ ബെഡ്ഷീറ്റോട് കൂടിയിട്ട് ഒരു ജീപ്പിലോട്ട് ഈ ബോഡി തള്ളുന്നു. പിന്നീട് ആ ജീപ്പിൽ ഈ പറഞ്ഞ ബോഡി കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ബോഡി വെച്ചതിന് ശേഷം, ബെഡ്ഷീറ്റോട് കൂടി തന്നെ വെച്ചതിന് ശേഷം ഇതൊരു കൊലപാതകമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഏതാനും പേർ ചേർന്ന് ഈ ബോഡിയുടെ കഴുത്ത് മുറിക്കുന്നു, വെട്ടുകത്തി ഉപയോഗിച്ചിട്ട് കഴുത്ത് വെട്ടുന്നു. മറ്റു ചിലർ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുന്നു, കത്തികുത്തി മുറിവുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മുഖത്ത് കല്ലുകൊണ്ട് ക്ഷതമുണ്ടാക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ മറിയക്കുട്ടിയുടെ ജാക്കറ്റ് ഉയർത്തി വെച്ച നിലയിലായിരുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാം, അതായത് ഇവർ ഒരുപക്ഷെ ഇവരുടെ കത്തി കൊണ്ട് തന്നെ ജാക്കറ്റ് ഉയർത്തി അതിനുശേഷമായിരിക്കാം വയറ്റിലും നെഞ്ചത്തെല്ലാം കുത്തിയിട്ടുണ്ടാകും. അരുൺ ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലൂടെ ഒരു പോയിന്റ് ആംഗിള് വന്നിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ പോലീസ് ഈ ബോഡി കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മറിയക്കുട്ടിയുടെ ബോഡിയുടെ സൈഡിൽ നിന്ന് ഒരു പല്ല് ലഭിച്ചിരുന്നു. അത് മറിയക്കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട ഒരു പല്ലാണ്. അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലൂടെ പോയ ഒരു തോട്ട്, ഈ അബോർഷൻ നടന്ന ആ ഒരു ഇടത്ത് വെച്ച് തന്നെ ഈ പറഞ്ഞതുപോലെ മറിയക്കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ഈ പറയുന്ന പോലെ കത്തിക്കുത്തും ഈ കഴുത്തൊക്കെ വെട്ടി അവിടെ വെച്ച് സംഭവം നടക്കുന്നു. അതിനുശേഷം ആ ബോഡി ഇവിടെ കൊണ്ടുപോയി ഇടാനുള്ള ഒരു സാധ്യത വന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പല്ലൊക്കെ അടുത്ത് കിടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഓൺ ദ സ്പോട്ട് വെച്ച് ഈ ടോർച്ച് കൊണ്ട് അടിച്ച് അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കാരണമായിരിക്കാം. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ വെച്ച് തന്നെ ആയിരിക്കാം ആ ഒരു സാധ്യത തന്നെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. ജോർജിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആകസ്മികമായ മരണം അത് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. എന്നാൽ അത് സംഭവിച്ചിരിക്കാൻ സാധ്യത ഒന്നെങ്കിൽ അവരുടെ ഒരു ഔട്ട് ഹൗസിൽ വെച്ചോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ വെച്ചാകാം. പെട്ടെന്ന് തന്നെ അവർ ആ ബോഡി അവിടുന്ന് ഡിസ്കാർഡ് ചെയ്യാനുള്ള, അവിടുന്ന് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു പരിശ്രമമാകും ചെയ്യുക. അപ്പം അന്നത്തെ കാലത്ത് എന്നാ പറയുക, പൈസക്കാർ മുതലാളിയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഇഷ്ടംപോലെ സഹായികളുണ്ടാവും, കൂട്ടാളികളുണ്ടാവും, അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, വണ്ടിയും ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീപ്പിന്റെ സഹായം അല്ലെ, ഒരു വണ്ടി പെട്ടെന്ന് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരവിടെ വന്നതിന് ശേഷം ഈ ശരീരത്ത് അത് കാരണം വെച്ചാൽ ആ സ്പോട്ടിൽ എത്തിയതിന് ശേഷം
അല്ലെങ്കിൽ മരണശേഷം ആ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ആ ഒരു അളവിലുള്ള ഒരു ക്രമീകരണമാണ്. അതാണ് എൻ്റെ ഒരു നിഗമന പ്രകാരം ഒരു കുറച്ച് ബ്ലഡ് വേണേൽ കൈകരുതിയിട്ടുണ്ടാകാം. അതിനുശേഷം എൻ്റെ വിശ്വാസപ്രകാരം അവർ ആ ബ്ലഡ് അവിടെ ഒരു പക്ഷേ തളിച്ചിട്ടുണ്ടാകാം. അതിനൊക്കെയുള്ള ഒരു സാധ്യതകളുണ്ട്. ബ്ലഡ് തളിക്കാനുള്ള ഒരു കാരണം മരണശേഷി ഏൽപ്പിക്കുന്ന മുറിവ് ആയതുകൊണ്ട് അതെ. അധികം ബ്ലഡ് ഫ്ലോ വരാൻ സാധ്യതയില്ല. അപ്പം അവിടെ വെച്ചാണ് കൊലപാതകം നടത്തി എന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത. ഇതെല്ലാം സാധ്യതകളാണ്, നിഗമനങ്ങളാണ്. അല്ല, ഈ രക്തമൊക്കെ ഇപ്രകാരം തളിക്കണം എന്നുള്ള ആ ഒരു ഐഡിയ അവർക്ക് ലഭിക്കുന്നത് മെഡിക്കൽ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഒരു അറിവുള്ള ഏതെങ്കിലും വ്യക്തിയുടെ സഹായമാകാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നാം ചർച്ച ചെയ്യേണ്ടത്, ഈ കേസ് ഡയറി പ്രകാരം അല്ലെങ്കിൽ ഈ കോടതിയിൽ പറഞ്ഞ വാദമുഖങ്ങൾ പ്രകാരം, സാക്ഷിമൊഴികൾ പ്രകാരം ഈ മറിയക്കുട്ടീനെ ഏറ്റവും ലാസ്റ്റായിട്ട് കാണുന്നത് എന്ന് പറയുന്നത്, നമുക്ക് അറിവ് പ്രകാരം ഈ പറയുന്നത് പോലെ മറിയക്കുട്ടിയുടെ ഭവനത്തിൽ ഏറ്റവും ലാസ്റ്റായി കാണുന്നത് PW23 ആണ്. അവർ പറയുന്ന പ്രകാരം അന്ന് ജൂൺ മാസം 15-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മറിയക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ മറിയക്കുട്ടിയുടെ ഏറ്റവും ക്ലോസ് റിലേഷനിലുള്ളവർ ഏറ്റവും ലാസ്റ്റായി കണ്ടു, അല്ലെങ്കിൽ PW23യും ലാസ്റ്റായി കണ്ടു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അതായത് ജൂൺ മാസം 15-ാം തീയതി 1966. പിന്നീട് ഈ സാക്ഷിമൊഴികൾ പ്രകാരം, പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന സാക്ഷിമൊഴികൾ പ്രകാരം പിന്നീട് മറിയക്കുട്ടിയെ കണ്ടു എന്ന് പറയുന്നത് രാത്രി 10 മണിക്ക് തിരുവല്ലയിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള തിരുവല്ലയിൽ ഉച്ചയ്ക്ക് 1 മണി, രാത്രി 10 മണി. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പ് അവിടെ എന്തായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളത്, 1 മണിക്ക് പുറപ്പെട്ട മറിയക്കുട്ടി 10 മണി വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ്. അപ്പോൾ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ മറിയക്കുട്ടി ചങ്ങനാശ്ശേരിയിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ടത് വൈദികന്റെ അവിടേക്കാണ്. അവിടെയുള്ള ഒരു വൈദികനെ കാണാനാണ് പോകുന്നത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു വൈദികന്റെ അടുത്തേക്ക് എത്തി. ആ വൈദികന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാലും പിന്നെയുള്ള 10 മണി വരെയുള്ള സമയം, അത്രയും സമയം ആ വൈദികന്റെ കൂടെ ചെലവഴിക്കുകയാണോ ചെയ്യുന്നത്? അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ശരിക്ക് ഈ വൈദികൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓർഫനേജിലാണെന്ന് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ഓർഫനേജുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നെ ബിഷപ്പ് ഹൗസ് ഉണ്ട്. അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരുള്ള സാധ്യതയുണ്ട്. അവിടെ ഏകദേശം ഒരു 6-8 മണിക്കൂർ, അല്ലേ, 7-8 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. സ്ത്രീയോട് ഒപ്പം ഒരു അച്ഛൻ സ്പെൻഡ് ചെയ്യുക, അതൊക്കെ അത്ര ഒരു ഇതിനിടയിൽ മറ്റൊരു വാദം കൂടി ഒരു കാര്യമല്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അതായത് മറിയക്കുട്ടി ആദ്യം ചെന്നിരിക്കുന്നത് സഹോദരൻ പീലിഫോസിന്റെ വീട്ടിലോട്ടാണെന്നാണ്. അങ്ങനെ നോക്കുമ്പോഴും ഈ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെ എന്ത് സംഭവിച്ചു, എവിടെയായിരുന്നു മറിയക്കുട്ടി ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. നേരത്തെ മുൻ എപ്പിസോഡുകളിൽ നാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് മറിയക്കുട്ടി ഇറങ്ങിയതെന്ന് PW2-ഉം 3-യും പറയുന്നു. അത് മരിച്ചുപോയ മറിയക്കുട്ടിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുത്താണ് അവർ പറയുന്നത്. പക്ഷേ ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ മറിയക്കുട്ടി എവിടേക്കാണ് പോയതെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതെ, മറ്റൊരു സിമ്പിൾ ലോജിക്ക് ഇതാണ്. ഈ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം ഒരു 8 മണി വരെയെങ്കിലും, ഒരു 8:30 വരെയെങ്കിലും അച്ഛൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത മറിയക്കുട്ടി, അതിനുശേഷം അച്ഛൻ്റെ ഒരു നിർദ്ദേശപ്രകാരമോ ആഗ്രഹപ്രകാരമോ ഒരു ശാരീരിക ബന്ധത്തിന് വേണ്ടി ഇത്രയും ദൂരം പോവുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്കത് കണക്ഷൻ വരുന്നില്ല, ഒരു കണക്ഷനും. നമുക്ക് മറ്റൊരു സാധ്യത പരിശോധിക്കാം. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് മറിയക്കുട്ടി പുറപ്പെടുന്നു. മറിയക്കുട്ടി ചങ്ങനാശ്ശേരിയിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ ചങ്ങനാശ്ശേരിയിലെ വൈദികന്റെ അടുത്തേക്ക് ആയിരിക്കില്ല പോയിരിക്കുക, മറിയക്കുട്ടി മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും പോയിരിക്കാൻ സാധ്യത. അതായത് മറിയക്കുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ ഒരു കടലാസ് പൊതിയുണ്ട്. ആ കടലാസ് പൊതിയിൽ ഏകദേശം 61 രൂപ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ഈ 61 രൂപ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മറിയക്കുട്ടി ആദ്യം പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ കടലാസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ഈ കടലാസ് ഒരു ആൻസർ ഷീറ്റ് ആണ്. അത് പോലീസ് കണ്ടെത്തിയത് റാന്നി ഭാഗത്തുള്ള ഒരു സ്റ്റുഡന്റിന്റെയാണ്. ഈ പൈസയായിരിക്കാം ആദ്യം മറിയക്കുട്ടി വാങ്ങാനായിരിക്കും, അതായത് റാന്നി ഭാഗത്തേക്കായിരിക്കാം മറിയക്കുട്ടി ആദ്യം യാത്ര ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മറ്റൊരു കഥ പ്രചരിക്കുന്നത് റാന്നി ഭാഗത്ത്, അതല്ലെങ്കിൽ മന്ദമരുതി ഭാഗത്ത് മറിയക്കുട്ടിക്ക് ഒരു വീട് കാണിച്ചു കൊടുക്കാമെന്ന് ഈ പറയുന്ന മുതലാളി അല്ലെങ്കിൽ ആ സമ്പന്നനായ വ്യക്തി പറഞ്ഞതും കൂടി അനുസരിച്ചാണ് മറിയക്കുട്ടി അവിടേക്ക് വരുന്നത്. അങ്ങനെ മന്ദമരുതി എത്തുന്നു. മന്ദമരുതി ജംഗ്ഷനിൽ ഈ പറഞ്ഞ വീട് ലക്ഷ്യമാക്കി അവർ നടന്നു പോകുന്നു. അവിടെ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു മരണം നടക്കുന്നു. ഈ മരണം പിന്നീട് മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള, അപ്പോൾ അത് നേരത്തെ ചില സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതും ആ കാലഘട്ടത്തിൽ പ്രചരിക്കുന്ന ചില കഥകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അതൊന്നും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു രേഖ ഒന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും അത് നമ്മൾ ഒരു പരിഗണനയ്ക്ക് എടുക്കുവാണെങ്കിൽ പോലും ഈ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെ, ഇപ്പൊ രാത്രി 10 മണിയിൽ തിരുവല്ലയിൽ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സാക്ഷിമൊഴി അത് കോടതി ഒരു തരത്തിലും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ആ ടാക്സി ഡ്രൈവറുടെ സാക്ഷിമൊഴി കോടതി നിരാകരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ 10 മണി
1 മണി. അതിനിടയിലുള്ള ഒരു ടൈമിൽ മറിയക്കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു കാര്യം ഇപ്പോഴും ഒരു നിഗൂഢമായി, ഒരു ദുരൂഹമായി തുടരുന്നു എന്ന കാര്യം നമുക്ക് എന്തായാലും വ്യക്തമായി ബെനഡിക്റ്റച്ചന്റെ കൂടെ അത്രയും സമയം ചെലവഴിക്കാൻ സാധിക്കില്ല. കാരണം ഇത് ബിഷപ്പ് ഹൗസ് ആണ്. ബിഷപ്പ് ഹൗസിനോട് ചേർന്നുള്ള ഓർഫനേജ് ആണ്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. സാധാരണഗതിയിൽ അവിടെ കുട്ടികളുടെ പേരൻസ് അവിടെ വരാറുണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ അല്പസമയം വന്ന് കുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അതിനുശേഷം അപ്പൊ തന്നെ മടങ്ങി പോകുമായിരിക്കും. മാക്സിമം ഒരു 15 മിനിറ്റ്. അതിൽ കൂടുതലും മറിയക്കുട്ടിയും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ സാധ്യയില്ല. അത് വളരെ ശരിയാണ്. കാരണം ഈ കേസിന്റെ തുടക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറയാൻ സാക്ഷികളുണ്ട്. എന്നാൽ ഈ 1 മണി മുതൽ 10 മണി വരെ മറിയക്കുട്ടി സ്പെൻഡ് ചെയ്ത് അച്ഛൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് പറയാൻ സാക്ഷികൾ കണ്ടേനെ. എന്നാൽ സാക്ഷികളാരും അതിനെക്കുറിച്ച് പറഞ്ഞായിട്ട് നമ്മളൊന്നും എവിടെയും കേൾക്കുന്നില്ല. തീർച്ചയായും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അരുൺ പറഞ്ഞ ആ ഒരു വേർഷനിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വേർഷനുമായിട്ട് വളരെയേറെ ഒരു യോജിച്ചുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 1966 ജൂൺ മാസം 15-ാം തീയതിയാണല്ലോ ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി മുതലുള്ള അച്ഛൻ്റെ ഒരു സഞ്ചാര പദമാണ് പോലീസ് മെനഞ്ഞെടുത്തത്, അല്ലെങ്കിൽ പോലീസ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു സമയത്തെ പകൽ സമയത്തെ അച്ഛൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തി എവിടെയായിരുന്നു എന്ന തരത്തിലേക്കൊരു അന്വേഷണം പോലീസ് നടത്തിയതായി ഒരു തരത്തിലും നമുക്ക് ഒരു രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ആ ഒരു പകൽ സമയത്ത് ഈ പറയുന്ന ബെനഡിക്റ്റ് അച്ഛനായിക്കോട്ടെ, കൊല്ലപ്പെട്ട മറിയക്കുട്ടി ആയിക്കോട്ടെ, അവർ രണ്ടുപേരും എവിടെയായിരുന്നു എന്ന തരത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ കൂടുതൽ ഒരു വ്യക്തമായ രീതിയിലുള്ള ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം കെട്ടിച്ചമച്ച ഒരു തെളിവുകളിലേക്ക്, സാക്ഷിമൊഴികളിലേക്ക് എത്തിച്ചേരുവാൻ പോലീസിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അപ്പോൾ ഒരു അന്വേഷണം നടത്താൻ പോലീസ് ബനഞ്ഞില്ല, അല്ലെങ്കിൽ തുനിഞ്ഞില്ല എന്നൊരു കാര്യമാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ ജോർജ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, പോലീസിന്റെ ലക്ഷ്യം മറ്റെന്തോ ആയിരുന്നു, എന്തോ സ്ഥാപിക്കലായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പോയിന്റ് ആണ്. ഇപ്പോൾ ഈ മറിയക്കുട്ടിയുടെ ദേഹത്തിന്റെ അടുത്ത് ടോർച്ച് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട മറിയക്കുട്ടി തീർച്ചയായും മനസ്സിൽ ചിലപ്പോൾ ആ യാത്രാ പ്ലാൻ അനുസരിച്ച് രാത്രി വൈകിയേ തിരിച്ചു വരൂ എന്നുള്ളൊരു ചിലപ്പം ഒരു ചിന്തയുണ്ടാകാം, അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ടോർച്ച് കയ്യിൽ കരുതിയിരിക്കുന്നത്. അതൊരു പോയിന്റ് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഈ ടോർച്ചും മറിയക്കുട്ടിയുടെ ശരീരത്തിൽ തന്നെ ബാൻഡിലാണ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ടോർച്ച് കൊണ്ടാണ് അടിച്ചു എന്ന് പോലീസ് രേഖയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഈ ബാൻഡിനോട് ചേർന്ന് വരാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അത് പിന്നെ പോലീസിന്റെ ചില ഭാഷ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ വാർത്തയിൽ കേട്ടതുപോലെ ഈ ഒരു ഗർഭത്തിന് ഉത്തരവാദിയായ വ്യക്തി ആരാണോ അദ്ദേഹം ഈ മറിയക്കുട്ടിയുടെ ശല്യം ഒഴിവാക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി റാന്നി അല്ലെങ്കിൽ ആ ഒരു മന്ദപരിധി ഭാഗത്തുള്ള ഒരു വീടിനെ കുറിച്ച് മറിയക്കുട്ടിക്ക് വലിയൊരു വാഗ്ദാനം കൊടുക്കുകയും അതിനുശേഷം ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും പിന്നെ നമ്മൾ നേരത്തെ വിവരിച്ചവരുടെ കാര്യങ്ങൾ സംഭവിക്കാൻ വളരെയേറെ സാധ്യതകളുണ്ട്. നമ്മൾ ഈ ചർച്ചയുടെ, അല്ലെങ്കിൽ ഈ എന്താണ് വാസ്തവം പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ ആ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ആ ഒരു വിധി, അതിലേക്ക് നയിച്ച പോലീസിന്റെ വാദങ്ങൾ, പ്രോസിക്യൂഷന്റെ പല വാദങ്ങൾ, പോലീസ് ചൂണ്ടിക്കാണിച്ച പല തെളിവുകളും എത്രത്തോളം കൃത്രിമമായിരുന്നു, അല്ലെങ്കിൽ ബെനഡിക്റ്റ് അച്ഛനെ കൊടുക്കാൻ വേണ്ടി എത്രത്തോളം നീചമായിട്ടാണ് പോലീസ് പ്രവർത്തിച്ചത് എന്നൊരു കാര്യം നാം വിശദമായി തന്നെ ചർച്ച ചെയ്തു. അത് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നതിനെ നാം വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം ഒരു ഘട്ടത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, ഈ ബെനഡിക്റ്റ് അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് മറ്റൊരു വൈദികനെ കൊടുക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു എന്നൊരു കാര്യം ഇവിടെ ഒന്ന് എടുത്തു പറയണം. അതിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ ഈ മറിയക്കുട്ടിയുടെ കൊലപാതകം നടന്ന ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പോലീസ് അന്വേഷണം ചങ്ങനാശ്ശേരി അരമനയുടെ പരിസരത്തേക്ക്, അതായത് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ബിഷപ്പ് ഹൗസിലെ അലക്കാരനെ അടക്കമുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീടും 1 മാസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ഒരു വൈദികനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ ആ കസ്റ്റഡി എടുക്കുന്ന ആ വൈദികനെ പോലീസ് അവരുടേതായ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഏകദേശം 1 മാസത്തെ അന്വേഷണത്തിനും ഒടുവിലാണ് അവർ ഈ വൈദികനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ ആ വൈദികനെ കസ്റ്റഡി എടുക്കാനുള്ള ഒരു കാരണം, അവർക്ക് ചക്കരക്കടവുമായിട്ട് ഈ വൈദികനെ ചെറിയ രീതിയിലൊക്കെ ബന്ധിപ്പിക്കാനുള്ള ഒരു ചില സൂചനകൾ കിട്ടി. കാരണം മറിയക്കുട്ടിയുടെ അമ്മയും മകളും പറഞ്ഞിട്ടുള്ള ചില അറിവുകളുണ്ട്. അതുപോലെ തന്നെ മന്ദമരുതിയിൽ നിന്ന് മടങ്ങിയുള്ള ഒരു യാത്ര, ഒരു വൈദികന്റെ യാത്ര, ഇതിന്റെ ചില സൂചനകൾ, ഇത് രണ്ടുമാണ് പോലീസിന്റെ കൈവശമുള്ളത്. അപ്പോൾ അവർക്ക് ആദ്യം ഈ ചക്രക്കടവുമായിട്ട് ഈ വൈദികനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ മന്ദമരുതിയിൽ നിന്ന് മടക്കയാത്രയിൽ കണ്ട ഒരു വൈദികൻ, അല്ലെങ്കിൽ ആ ഒരു വൈദികന്റെ സാദൃശ്യമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ സാക്ഷികൾ പറഞ്ഞൊരു മൊഴി, അപ്പൊ ഈ മൊഴി പ്രകാരമുള്ള ഒരു വൈദികനുമായിട്ട് ഈ വൈദികനുമായിട്ട് അവർക്ക് ഒരു അത്രയ്ക്ക് അങ്ങോട്ട് സാമ്യം അവർക്ക് പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് റാന്നിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് ഒരു വൈദികനെ താൻ കൊണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ രാജു എന്ന് പറഞ്ഞ വ്യക്തി 29-ാം തീയതി ആദ്യത്തെ വൈദികനെ രാജുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ രാജു ആ വൈദികനല്ല അന്ന് യാത്ര ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് 1-ാം തീയതി ബെനഡിക്റ്റ് അച്ഛനെ രാജുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ രാജു പറയുന്നു, ഈ അച്ഛനെയാണ് താൻ റാന്നിയിൽ നിന്നും തിരുവല്ലയിലേക്ക് കൊണ്ടാക്കിയതെന്ന്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പോലീസ് അവിടെ ഉപയോഗിച്ച ഒരു വലിയ ടാക്ടിക്സ് ആണ്. അതായത് 29-ാം തീയതി ആദ്യം കസ്റ്റഡി എടുത്ത വൈദികനെ കാണിക്കുമ്പോൾ ആ വൈദികൻ ലോഹയിലാണോ അല്ലയോ എന്ന് അവിടെ ഒന്നും പറയുന്നില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ 1-ാം തീയതി ഓണംകുളച്ചനെ കാണിക്കുമ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. പലരും ഉണ്ട് അവിടെ, പലരും നിർത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ അച്ഛൻ മാത്രമേ ലോഹയിലുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ യാത്രയിൽ ഉടനീളം അച്ഛനെ കണ്ടു എന്ന് പറയുന്ന വ്യക്തികളെല്ലാം ഒരു സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് അച്ഛൻ്റെ ലോഹയാണ്. ലോഹ ധരിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു സസ്പീഷൻ അല്ലെങ്കിൽ ഒരു സസ്പെഷൻ അവിടെ എന്താ പറയുക, അവിടെ കോടതി എന്താണ് പറയുന്നത് അതിനെ കുറിച്ച്? അതിനകത്ത് കോടതി യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ്. അതായത് ആ ഒരു വിധിന്യായത്തിലെ ആ ഒരു പോർഷൻ കൃത്യമായിട്ട് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നോ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് വാസ് കണ്ടക്ടഡ് ടു റിമൂവ് ദി പോസിബിലിറ്റി ഓഫ് എ മിസ്റ്റേക്ക് എന്ന് കൃത്യമായി കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു കണ്ടെത്തൽ, ഇപ്പോൾ ജോജി സൂചിപ്പിച്ചതുപോലെ ഈ ബെനഡിക്ട് എക്സിനെ കാണിക്കുന്നത് മൂന്നാലല്ല, കൃത്യ നമ്പർ നമുക്കറിയില്ല, ഫ്യൂ അതർ പീപ്പിൾ എന്നാണ് പറയുന്നത്. അവരുടെ ഒപ്പം അച്ഛനെ നിർത്തുന്നു. ആ കൂട്ടത്തിൽ ലോഹയുള്ളൊരു വ്യക്തി അച്ഛൻ മാത്രമാണ്. ഇപ്പോൾ ഈ സസ്പെക്റ്റഡ് ആയിട്ടുള്ള അരുൺ സൂചിപ്പിച്ച മുൻ വൈദികനെ കാണിക്കുമ്പോൾ അച്ഛൻ ലോഹയിലാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിനെ അല്ല കണ്ടത് എന്ന് ഇവർ പറയുന്നു. ഈ അച്ഛനെ കാണിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലീസ് അവിടെ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്തത്. വിത്ത് ഫ്യൂ അതേഴ്സ് ദ ഓൺലി പേഴ്സൺ ഇൻ പ്രീസ്റ്റ് ഗ്രാബ് വാസ് ഫാദർ ബെനഡിക്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3-4 പേരുടെ കൂടെ ഒരു വൈദിക വേഷധാരിയെ കാണുന്നു. അവർ വൈദികനാണ് തിരിച്ചറിയുന്നു. അപ്പൊ അതിനകത്ത് കോടതി പറയുന്ന ഒരു ഫോഴ്സ് ഓഫ് സജഷൻ കാരണമാണ് അവർ സജഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. PW 5 to 8 ഇത്രയും പേരാണ് ഈ ഐഡന്റിഫിക്കേഷൻ പരേഡിലേക്ക് പോയത്. ഇതിൽ 8 കൊടുത്ത ആ ഒരു പോലീസിന്റെ ഭാഷത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ, അതെ, പോലീസിന്റെ ഭാഷയിലുള്ള ഐഡന്റിഫിക്കേഷൻ. അത് നമ്മൾ ആ ഒരു 8ന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. ഇനി 7ന്റെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അവിടെയും പല ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഒരിടത്ത് പറയുന്നു ഈ ബ്ലാക്ക് കളേർഡ് പാന്റിൽ ഒരു വൈറ്റ് സ്ട്രിപ്സ് ഉള്ള പാന്റായിരുന്നു അച്ഛൻ ധരിച്ചിരുന്നത്. മറ്റൊരിടത്ത് പറയുന്നു പാന്റ് ആൻഡ് കോട്ടാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു എന്നാ പറയുക, യുനാനിമസ് ആയ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കൃത്യമായ സാക്ഷ്യം കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് മാത്രമല്ല, കോടതി അത് ഈ ഫോഴ്സ് ഓഫ് സജഷൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് ആ ഒരു പോലീസ് ഭാഷത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിനെ നിരാകരിക്കുന്നുണ്ട്. അതായത് ഇത് പ്രമാദമായിട്ടുള്ളൊരു കേസാണ്. പ്രതി ഇന്നൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാൻ ഈ പോലീസിന്റെ അല്ലെങ്കിൽ നിയമപരമായിട്ട് നടത്തേണ്ട മാർഗത്തിലുള്ള ചില ഐഡന്റിഫിക്കേഷൻ പരേഡ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഇവിടെ നടത്തിയിട്ടില്ല. അത് വളരെയധികം ദുരൂഹത നിറഞ്ഞൊരു പോയിന്റ് ആണ്. ഈ ഐഡന്റിഫിക്കേഷൻ പരേഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപാകത, പ്രധാനപ്പെട്ട ഒരു അപാകത കോടതി ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംശയത്തിന്റെ എല്ലാ മുനകളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തേണ്ടത് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ്. സംശയത്തിന്റെ ഒരു എലമെന്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യം നടത്തേണ്ടത്, ഈ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ കൊല്ലം സെഷൻസ് കോടതി തെളിവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ PW 42 നടത്തിയ ഐഡന്റിഫിക്കേഷൻ പരേഡാണ് ഒരു തെളിവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്ര പ്രമാദമായിട്ടുള്ള കേസിൽ കോടതി തന്നെ പറയുന്നുണ്ട്, ഈ പോലീസ് വിളിച്ചപ്പോൾ തന്നെ ചോദ്യം ചെയ്യലിന് കൊല്ലം പോലീസ് ക്ലബിൽ യാതൊരു മടിയും കൂടാതെ ഹാജരായ ബെനഡിക്ട് അച്ഛൻ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് സ്വാഭാവികമായിട്ടും ഹാജരാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് പോലീസ് അത് നടത്തിയില്ല? അവിടെ തന്നെ വലിയൊരു പാളിച്ച, വലിയൊരു വീഴ്ച തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ PW 42 നടത്തി എന്ന് പറയുന്ന ഈ ഐഡന്റിഫിക്കേഷൻ പരേഡ് വാലിഡ് അല്ല, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പരേഡ് അല്ല. അതിന് ഒരു തരത്തിൽ നമുക്ക് തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് കോടതി വ്യക്തമായി തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴും ഇവിടെ ബെനഡിക്ട് അച്ഛനെ കൊടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ പോലീസിന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അച്ഛൻ മന്ദമരുതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഏതെങ്കിലും കാരണമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഈ പറഞ്ഞ എന്നാ പറയാ, ഈ കൊല്ലപ്പെട്ട സ്ത്രീയുമായും മറ്റുള്ളവർക്കുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു മീഡിയേഷൻ ആയിക്കോട്ടെ, അല്ല മറ്റേതെങ്കിലും കാരണത്തിന് അങ്ങനെ അപ്രകാരം പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ചിലർ ഉന്നയിക്കുന്ന ചില വാദങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ തന്നെ പറയുന്നുണ്ട്. അതായത് ബെനഡിക്ട് അച്ഛൻ മന്ദമരുതിയിൽ എത്തിയിട്ടുണ്ട്, കൊലപാതകത്തിൽ പങ്കില്ല. പക്ഷേ ബെനഡിക്ട് അച്ഛൻ മന്ദമരുതിയിൽ എത്തിയിട്ടുണ്ട്. ഒരു മടക്കയാത്ര ഉണ്ടായിട്ടുണ്ട്. ആ മടക്കയാത്രയിൽ ഈ സാക്ഷികൾ കണ്ടത് ബെനഡിക്ട് അച്ഛനെ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിന്റെ കാരണത്തിന്റെ പേരിൽ അച്ഛനോട് എത്തിയെന്നാണ് അവർ പറയുന്നത്. അതായത് അവർ പറയുന്നത് ഇതാണ്, അതായത് മുതലാളി എന്ന് വിളിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ പല കഥകളിലും പറയപ്പെടുന്ന ഒരു സമ്പന്നനായ വ്യക്തി, അദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മറിയക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ അച്ഛനെ ഒരു മീഡിയേറ്റർ ആയിട്ട് വിളിക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ അവർക്ക് എന്നൊരു ധാരണ അച്ഛന് കൊടുത്തതിന് ശേഷം അച്ഛനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വേർഷൻ നമ്മൾ പരിഗണനയ്ക്കെടുക്കുമ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതൊരു കാര്യം, അവര് അവിടെ അച്ഛനെ മീഡിയേഷന് വേണ്ടി വിളിക്കുന്ന ഒരു കോസ്, ഒരു കാരണം ഒരു പക്ഷേ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആ ഒരു അബോർഷനാകാം, അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും. ഏതായാലും അതൊരു മോറലി വളരെ നല്ലൊരു കാര്യമല്ല. അതിന് നമ്മൾ ചക്രക്കടവ് കണ്ട, പരിത്യാഗം എടുത്ത, വിശുദ്ധ ജീവിതം നയിച്ച ഒരു വൈദികൻ തയ്യാറാകുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇനി അപ്രകാരം തൻ്റെ ആ ഒരു കരുണാർത്ഥമായ സ്വഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത്രയൊന്നും ഏറെ ചിന്തിക്കാതെ അച്ഛൻ അപ്രകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ കോടതിയിൽ അച്ഛന്റെ സൽപ്പേരിനെ പിച്ചു ചിന്തിയപ്പോൾ, അച്ഛൻ മൂലം അച്ഛന് മാത്രമല്ല സഭയ്ക്കും കേരളത്തിലെ സഭാവിശ്വാസികൾക്കെല്ലാം അവിടെ സൽപ്പേരിന് കോട്ടമുണ്ടായപ്പോൾ അച്ഛൻ എന്തുകൊണ്ട് അത് തുറന്നു പറഞ്ഞുകൂടാ? ജോർജി, ഞാൻ വാദം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവരിതൊരു കുമ്പസാര രഹസ്യമായിട്ടാണ് കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു അച്ഛന് പുറത്ത് പറയാൻ സാധിക്കാത്ത ഒരു രഹസ്യമായിട്ടാണ് അവരത് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അതായത് അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത്, അച്ഛൻ എഴുതിയ കുറച്ച് ലെറ്ററുകളും അച്ഛൻ്റെതായ ചില കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് അച്ഛൻ ഈ വധശിക്ഷ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്നാൽ അച്ഛൻ ഈ കൊലപാതകം താൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും, ഈ കൊലപാതകമായിട്ട് ഏതൊരു രീതിയിലും തനിക്ക് അതിന് ബന്ധമില്ല എന്നുള്ള കാര്യവും അച്ഛൻ ആ കത്തുകളിലും മറ്റെല്ലാം വ്യക്തമാക്കുമ്പോഴും, അപ്പീലിന് പോകേണ്ട കാര്യം പോലും അച്ഛൻ വളരെ ലാഘവത്തോടെ, ഞാൻ ഈ മരണം സ്വീകരിച്ചോളാം, ഞാൻ ഈ വധശിക്ഷ സ്വീകരിച്ചോളാം, ഒരു നല്ല കൗസിന് വേണ്ടി ഞാനത് സ്വീകരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അച്ഛന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ താൻ ഈ ശിക്ഷ ഏറ്റെടുക്കുന്നു എന്ന് സ്വയമേ ചിന്തിച്ചതാണോ എന്നും കൂടി ഒരു സംശയം. പക്ഷേ അത് നമുക്ക് മറ്റൊരു ആംഗിൾ കൂടി ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ അവരൊരിക്കലും തങ്ങൾക്ക് ലഭിച്ച ഒരു സഹനം അകന്നു പോകാൻ വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച ഒരു സഹനത്തിന് പ്രതി നന്ദി പറയുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല അതൊന്നും നമുക്കൊരു വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ബലിയാടായി എന്ന തരത്തിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് നമുക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ ഒരു സഹനം തീർച്ചയായും ലെറ്ററുകളിൽ അത്തരത്തിലുള്ള സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന പരാമർശമുണ്ട്. അപ്പോൾ ഒരു വിശുദ്ധനായ ഒരു വ്യക്തി തനിക്ക് ലഭിച്ച സഹനം, നമുക്ക് ഒത്തിരി വിശുദ്ധരുടെ ജീവിതകഥ നമുക്കുണ്ട്. ക്യാൻസർ പേഷ്യൻസ്, അവർ ആ ഒരു സഹനം സ്വീകരിക്കുന്നുണ്ട്, സഹനത്തെ പ്രതി കുറ്റം പറയുക ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു ആംഗിൾ കൂടി വേണമെങ്കിൽ ആ ഒരു വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ കാണാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ജോർജി ഇങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു. അച്ഛൻ ജയിൽ വിമോചനായ ശേഷം അച്ഛൻ കന്യാകുമാരി മിഷനിലേക്കാണ് അയക്കപ്പെട്ടത്. അതിനുശേഷം അച്ഛൻ ചങ്ങനാശ്ശേരി രൂപതയിലേക്ക് തിരിച്ചു വരികയും പല ഇടവകളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്ന അച്ഛൻ ആ സമയങ്ങളിൽ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, യഥാർത്ഥ കുറ്റവാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ഉത്തമമായ ക്രൈസ്തവ ശിഷ്യൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ ആ ഒരു സ്വഭാവമായിരുന്നു അച്ഛൻ്റെതെന്ന്. പിന്നെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും ഫോട്ടോകളൊക്കെ കയ്യിൽ കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു കൊലക്കേസിലൂടെ, ഈ സംഭവത്തിലൂടെ നമ്മൾ പല ആംഗിളിലൂടെ നമ്മൾ കടന്നുപോയി. ജോർജ് പറഞ്ഞ പോലെ പല രീതിയിലുള്ള പരിമിതികളുണ്ടാകാം. എന്നാലും നമ്മുടെ മനസ്സാക്ഷിയോട്, അവരുടെ വിശ്വാസ സമൂഹത്തോട്, പൊതുജനത്തോട് മാക്സിമം വിശ്വസ്ത പുലർത്താനായി നമ്മൾ പരിശ്രമിച്ചു. ഇവിടെ ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ഒരു കരണത്തടിച്ചാൽ തൻ്റെ മറുകരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശുനാഥൻ്റെ പഠനം, തൻ്റെ ഗുരുനാഥൻ്റെ പഠനം തൻ്റെ ചങ്കിൽ, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അവസാനം വരെ മുറുകെ പിടിച്ച അച്ഛൻ, ആ അച്ഛൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അനുഭവിക്കേണ്ട വന്ന വലിയ ദുരന്തങ്ങൾ, വേദനകൾ, അപമാനങ്ങൾ. എന്നാൽ അച്ഛൻ ഇവിടെയൊന്നും പെറുപിറുത്തില്ല. ശാന്തതയോടെ യേശുക്രിസ്തുവിനെ പോലെ കൊല്ലാൻ കൊണ്ടാകുന്ന കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ ശാന്തത എന്ന പോലെ അച്ഛൻ അതെല്ലാം സഹിച്ചു. ഞങ്ങളുടെ ഈ ഒരു കേസന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ തന്നെ ആത്മാർത്ഥത കാണിക്കുക, വിശ്വസ്തത കാണിക്കുക. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ആംഗിളുകളും, അതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിചിന്തനം നടത്തേണ്ടത് പ്രേക്ഷകരാണ്. ഇത് ഞങ്ങൾ നിങ്ങളുടെ ശുദ്ധ മനസ്സാക്ഷിക്ക് വിട്ടുതരുന്നു. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു നിരപരാധിയായ വ്യക്തിയെ ക്രൂശിക്കുവാൻ പലരും പല രീതിയിൽ പരിശ്രമം നടത്തി എന്ന് നമ്മൾ ഈ ഒരു കേസ് ഡയറിയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകും. എന്നാൽ ആ വ്യക്തി പ്രതികരിച്ചത് തികച്ചും ക്രിസ്തീയമായ പഠനത്തിനും സംസ്കാരത്തിനും ചേർന്ന രീതിയിലാണ് എന്ന് മാത്രം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മന്നമരുതി മാടത്തരുവി മറിയക്കുട്ടി കൊലക്കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രേക്ഷകരോട്
അവസാനമായി ഒരു കാര്യം പറയട്ടെ. ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുക എന്നതല്ല, ആരുടെയെങ്കിലും പക്ഷം പിടിക്കുക എന്നല്ല. മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവിധ വാദഗതികൾ കൃത്യമായി തന്നെ വിശകലനം ചെയ്ത് അതിൻ്റെ ചില സാധ്യതകൾ ചർച്ച ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കുക. ഏതായാലും ഒരു കാര്യം വളരെ ശക്തമായി തന്നെ പറയാൻ സാധിക്കും. മറിയക്കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. അത് ആരാണ് എന്ന് പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആൾക്കൂട്ട വിചാരണയുടെ പേരിൽ, മാധ്യമ വിചാരണയുടെ പേരിൽ ഒരു നിരപരാധി പോലും ഇനി ഇവിടെ ക്രൂശിക്കപ്പെടരുത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.